അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വേണ്ട വിളിച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പെരുന്നാളിനെടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതിൽ കുറച്ച് പേര് വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ട്. കണ്ടവർ എന്നോട് ഡ്രസ്സ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാനിച്ചിട്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആദ്യം നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെയും റജിക്കുട്ടിൻ്റെയും ഡ്രസ്സാട്ടോ. അപ്പോൾ ഫാത്തിമക്കുട്ടിക്ക് ഡ്രസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അവർക്ക് ഈ 2 ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഇടാൻ പാകത്തിനുള്ള ഒരു ഡ്രസ്സാട്ടോ. ഇതേപോലത്തെ ഒരു പിങ്ക് കളറ് നമ്മുടെ റജിക്കുട്ടിക്ക് കേട്ടോ. അടിയിൽ ഫ്രില്ലിൽ പൂവൊക്കെ വരുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇടാനുള്ള കേട്ടോ. പിന്നെ എനിക്ക് 2 നെയ്റ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാനെടുത്തത്, ഒന്ന് എനിക്ക് ഉമ്മ എടുത്തതാണ് കേട്ടോ. ഞാൻ നോമ്പൊക്കെ വെച്ചപ്പോൾ ഉമ്മ എടുത്തതാണ്. ഇത് ഞാനെടുത്താണ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനെടുത്തതാണ്. പിന്നെ നെയ്റ്റി ഒന്നും പിന്നെ അത്ര കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ അടിക്കണം കേട്ടോ. പിന്നെ ഇത് ഉമ്മ എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ഉമ്മ എനിക്ക് നോമ്പെടുത്തതിൻ്റെ അടുത്തതാണ് കേട്ടോ. അത് ഞാനെടുത്തത്. പിന്നെ അടുത്തത് എൻ്റെ ഫർദയാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ചുരിദാർ എടുത്തില്ല. എവിടെയും പോകുമ്പോൾ വേഗം ഇടുന്ന ഫർദയായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി വില കുറവുള്ള നമ്മൾ കാണിച്ചില്ലേ ആ കട ഇതാട്ടോ. നല്ല വർക്കൊക്കെ വരുന്നുണ്ട്, കാണുന്നുണ്ടോ നമുക്ക്? അടിയിലും നല്ല ഇതുണ്ട് കേട്ടോ. നല്ല എല്ലാവിടെയും തിളങ്ങണ ഒരു കല്ല് വർക്കുള്ളൊരു ബ്ലൂ കളർ ഫർദ കേട്ടോ. നല്ല രസമുണ്ടല്ലേ? കാണുന്നുണ്ടോ നമുക്ക്? കാണുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അതാട്ടോ ഫർദയാണ്. അപ്പോൾ 2 മാക്സി ഒരു ഫർദ കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ റജിക്കുട്ടിൻ്റെയും പാത്തുക്കുട്ടിൻ്റെയും ഡ്രസ്സാണ് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ല കാലൊക്കെ അങ്ങനെ പഴയ മോഡലാണ്, കൊയിന് പോലത്തെ ഇറങ്ങിയ മോഡലാണ്. അവർക്ക് പോകാറാവശ്യം ഇതേപോലത്തെ വെള്ളയായിട്ടോ എടുത്തത്, വേറെ മോഡല്. പക്ഷെ ഇതുപോലെ കാല് നല്ല പലാസായിട്ട് ഗ്രീൻ. എനിക്ക് ഈ കളർ, എനിക്ക് ഗ്രീനിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്രീൻ കളർ തന്നെ എടുത്തു കേട്ടോ. ഇത് പാൻറ്റാണ്. ഇതിലേക്ക് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. ഷാള് മാറ്റി റിഞ്ച് എന്താ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? എനിക്ക് പൊതുവേ ഗ്രീനിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആൻ്റെടി റജുവിൻ്റെ, ഇത് റജുക്കുട്ടിൻ്റെ പാൻറ്റും. പിന്നെ ഇതിലേക്ക് ഷാളും ഉണ്ട് കേട്ടോ. അതേ കളർ തന്നെയാണ്, സെയിം കളർ തന്നെയാണ് നമ്മുടെ പാത്തൂട്ടിൻ്റെയും. അതിലേക്ക് രണ്ടാൾക്കും പ്രാവശ്യം ഒരേ കളറിൽ തന്നെ എടുത്തു കേട്ടോ. വൈറ്റ് പ്രാവശ്യം 4 ആൾക്കും വൈറ്റ് ആയിരുന്നു. ഇനി ഇതൊക്കെ അതുപോലെ മടക്കിട്ടോ. ഇനി അത് കാണാനൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ അതേ 2 ആൾക്കും ഒരേ കളറാണ്. പിന്നെ നമ്മുടെ റഗീസ് കുട്ടിൻ്റെയാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്ക് പിന്നെ അത്ര ഇത് ഉണ്ടാവില്ലല്ലോ. എന്നാലും എൻ്റെ കുട്ടിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. ബെൽറ്റൊക്കെ ഉണ്ട്. ഈ ബെൽറ്റ് വരും. നല്ല ജീൻസാണ് കേട്ടോ. നല്ല തുണിയാണ്. ഇങ്ങനെ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി പാൻറ് കേട്ടോ. ബഗ്ഗിയാണ് ഇത്. അല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജീൻസാണ് കേട്ടോ. നല്ല ഇടാൻ നല്ല സുഖം ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിലേക്ക് അവനിക്ക് നല്ല സിൽക്ക് റൈസിന് ഇതുപോലത്തെ ചെറുപ്പത്തിലൊന്നും എടുത്തില്ല. ഞാൻ കോട്ട് സൂട്ടൊക്കെ ആയിട്ട് അതേ ഇത് ഷർട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇട്ട് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഷർട്ടൊക്കെ ചുളിങ്ങിയ പോലെ ഉണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് പറയണം കേട്ടോ നിങ്ങൾ. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ആൺകുട്ടികളൊക്കെ പിന്നെ എന്താ അല്ലേ ഇത്ര ഉള്ളൂ. ഇനി നമ്മുടെ അടുത്തത് റിൻഷിൻ്റെ ആണ് കേട്ടോ. റിൻഷിയാണ് ഇപ്രാവശ്യം പൊളിച്ചത്. അതാണ് റിൻഷിൻ്റെ കേട്ടോ. ജീൻസിൻ്റെ കേട്ടോ അവൾ എടുത്തിരിക്കുന്ന പ്രാവശ്യം. നല്ല അവൾക്ക് ഇട്ടപ്പോൾ നന്നായി. ഇനി ഇട്ട് കാണാനേ രസം. എല്ലാവർക്കും ഇട്ടപ്പോൾ നന്നായിരുന്നു. ഇത് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം കേട്ടോ. കോട്ട് ഇതിന് ഉള്ളിൽ കയ്യിലുള്ളിൽ വരും. അപ്പോൾ ഇത് ഉള്ളിൽ ഇട്ടിട്ട് വരുന്ന സംഭവം കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഇട്ടപ്പം. ഞാൻ അതിൻ്റെ ഒരു പാൻറ്, ബഗ്ഗി പാൻറ് പോലെ കേട്ടോ. അപ്പോൾ അവളെടുത്ത് ജീൻസാണ്. കാലൊക്കെ ഇങ്ങനെ പലാസ മോഡൽ വരുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇത് ഇട്ടപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻറ് ഇട്ടിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടറി. ഉള്ളിൽ കൂടെ ഒന്ന് ഇട്. നിൽക്കുന്നതിനെ പിടിക്കുന്ന ഞാൻ ഇറക്കാം. കയ്യോടെ ഒരു കടി നിനക്ക് തല
എന്താ ചൂടില്ലേ ഫാനൊക്കെ ആക്കിയപ്പോൾ. അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുത്തോ? ഇനി ഉമ്മാക്ക് വന്നിട്ട് 3 നൈറ്റി, 2 അടിപ്പാവട ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഷാള്. എനിക്ക് ഷോൾ എടുത്തിട്ടില്ല കേട്ടോ, ഷോൾ എടുക്കണം. അപ്പം ഇതാട്ടോ റിൻഷിമോളുടെ ഇങ്ങനെ വരുന്നത്, ഈ മോഡലാട്ടോ വരുന്നത്. ഇട്ടല്ല കേട്ടോ രസം. ഇത് പാൻറ് ഇങ്ങനെ വരും, നന്നായിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ റിയാസ്കാർക്ക് ഒരു ഷർട്ട് കേട്ടോ, അതൊക്കെ നന്നായി മടക്കി വെക്കും. പിന്നെ റജുക്കുട്ടിക്ക് ഇതേ കളറിൻ്റെ തന്നെ വേറൊരു പിങ്ക് കളർ കേട്ടോ, അതേപോലെ വള്ളിയൊക്കെ. ഇതിപ്പോഴത്തെ മോഡലാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കണം. റിൻഷിമോളും ഇട്ട് അതുപോലെ ഇരിക്കും വള്ളി ഇല്ലടി, ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഇരിക്കും വള്ളി ഇട്ട മടക്ക്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, വൈറ്റും കുത്തൊന്നുമില്ല, കയ്യൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കയ്യൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വലുതുണ്ടെങ്കിൽ ഞാനും എടുക്കാം വിചാരിച്ചു. വലിയ സൈസ് ഒന്നും കാണാനില്ല, ഒക്കെ കുട്ടികൾക്ക്. ഇങ്ങനത്തെ പിങ്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പം എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അതെടുത്തു. അല്ലേ മടക്ക്. പിന്നെ എനിക്ക് മാക്സി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇടാൻ നല്ല സുഖമുണ്ട്. ഇനിയിപ്പോൾ എന്താ അടുത്ത്? ഇനി വള മാല അങ്ങനെ കുറച്ച് ഒക്കെ കിട്ടിയ ഐറ്റങ്ങളാട്ടോ, അത് ഞാൻ എടുത്തിട്ട് വരാം. ഇതാട്ടോ, അത് നമ്മൾ വാങ്ങിയതല്ല, നമുക്ക് ഒരാൾ തന്നതാണ് കുട്ടികൾക്കുള്ള മഫ്തത്തിന്. പിന്നെ കുറേ അടിപൊളി വളകൾ തന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പർ വളകൾ മാലകൾ തന്നിട്ട് പഠിച്ച ഫോൺ കൊടുക്കട്ടെ അല്ലേ. അടിപൊളി വളകൾ കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഈ പിങ്ക് വളയും ഓറഞ്ച് വളയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. രജുക്കുട്ടി ഇത് ഇട്ടിട്ടാണ് പോയത് പകുതി. അപ്പം ഇനി ഫാൻസി ആയിട്ടൊന്നും മേടിക്കണ്ട. ഈ വളയൊക്കെ എനിക്ക് ഭാഗമുണ്ട് കേട്ടോ, ഈ വള ഞാനിടും. ചിലത് എനിക്ക് അളവുള്ളതുണ്ട്. അടിപൊളിയായിട്ടില്ലേ? പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല, ആടുകൾക്കൊക്കെ എന്തില്ലേ. പെൺകുട്ടികൾക്കാണ് ഡ്രസ്സ് മാല വള പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും എനിക്കിഷ്ടമാണ് പെൺകുട്ടികളങ്ങനെ അനുസരിക്കുന്നത്. നോക്ക്, 2 കയ്യിൽ ഈ വള കൊണ്ട് ഇട്ടാണ്ടല്ലോ മക്കളെ, ചെതറിയില്ലേ? അടിപൊളിയില്ലേ കളറ്? സൂപ്പർ. അതുപോലെ ഈ കളറും അടിപൊളിയായില്ലേ? ഈ കളറ് സൂപ്പറായിട്ടുണ്ട്. റജിക്കുട്ടി ഇതിൻ്റെ ഒരു മൂക്കുപൊടിയോ കാപ്പിപ്പൊടി കളർ ഇട്ടിട്ട് പോയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ. പിന്നെന്താ, അങ്ങനെ ഒരു വെട്ടി നിറയെ വളയും പിന്നെ മാല കമ്മൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലുണ്ട്, കാണിച്ചത് കമ്മൽ ഇതാട്ടാ, നല്ല മുത്തുമണി. എനിക്ക് ഇങ്ങനത്തെ കമ്മലിടാൻ ഭയങ്കര ഇഷ്ടമാട്ടാ, അങ്ങനെ നന്നായിട്ടില്ലേ കമ്മലുകൾ. പിന്നെ വട്ടത്തിലുള്ള സ്റ്റഡ്, പാത്തൂല്ലേ അതിൽ കണ്ടില്ലേ സ്റ്റഡുകൾ, ഇങ്ങനത്തെയൊക്കെ. പിന്നെ സ്ലൈഡ്, തലയിൽ കുത്തുന്ന സ്ലൈഡ്. എന്തായാലും ഫാൻസി ആയിട്ട് ഇപ്രാവശ്യം വാങ്ങാണ്ടോ അല്ലെന്നില്ല. ഇങ്ങനെ അല്ലേ, പെൺകുട്ടികൾക്ക് തന്നെ അടിപൊളി നന്നായില്ലേ. കല്ല് വെച്ചതൊക്കെ സൂപ്പറായിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ എന്ത് അല്ലേ. പിന്നെന്താ കാണിക്കാനുള്ളത്? ഇതൊന്നും കാണിക്കില്ല. അത്താൻ്റെ ഷർട്ട് കാണിക്കോ? അത്താൻ്റെ ഷർട്ടേ അത് അത്ത എവിടെ എടുത്ത് വെച്ച് ചോദിക്കണം. അപ്പം അത് റിയാസ്ക്ക് വന്നിട്ട് പിന്നെ കാണിക്കാട്ടോ. അത് റിയാസ്ക്ക് ഇടുമ്പോൾ കണ്ടാൽ മതി. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഒരാഴ്ച റിയാസ്ക്കൊക്കെ ഇടാൻ പറ്റിയില്ല കേട്ടോ, നല്ല പനിയായിരുന്നു. ചൂട് ഇവിടെ ഫാനില്ലാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് ഇടാൻ കാണണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും പറയാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഇട്ടു. അപ്പോൾ ഇനി എല്ലാം ഇട്ട് കാണാനുള്ളൊരു ഇടുമ്പോൾ കാണുന്ന ഒരു ഭംഗി വേറെ ഇല്ലേ. ഞാൻ ചിലപ്പോൾ ഒരു ചുരിദാർ എടുക്കും കേട്ടോ, പർദ്ദ നോക്കട്ടെ. പർദ്ദ ചിലപ്പോൾ ഉമ്മാക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ചുരിദാർ എടുക്കണേ. എന്തായാലും പെരുന്നാൾ ഇടുമ്പോൾ കാണാമല്ലോ, അല്ലാതെ പോകണില്ലേ നമ്മളൊക്കെ. നമുക്കൊന്നും പെരുന്നാളെ ഇല്ല സത്യം പറഞ്ഞാൽ, പറയാൻ പാടില്ല. സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ദുബായിലേക്ക് ഓരോന്ന് നടക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇതല്ലേ. പക്ഷെ എല്ലാവരും തൊട്ട് കാക്കട്ടല്ലേ. എല്ലാവരും ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് വയ്യായികൾ കൊണ്ട് കുറേ ഇടങ്ങറാകുന്ന ആളുകളുണ്ട്. പോരാശം എനിക്ക് ആ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ 3-4 മക്കൾക്കും എനിക്കും റിയാസ്ക്കാർക്കും ഒക്കെ ഡ്രസ്സ് തന്നൊരു നമ്മുടെ ഒരു ചങ്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ചങ്ങിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പേരൊന്നും എടുത്ത് പറയുന്നില്ല. നമുക്ക് ആ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും 6 ആൾക്കും ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ
അവളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പിറക്കാണ്ട് പോയ ഒരു കൂടപ്പുറപ്പാണ് കേട്ടോ അവളേക്ക്. എന്തായാലും എൻ്റെ കൂടപ്പുറപ്പ് പോലത്തെ എൻ്റെ അമ്മ പറ്റില്ല എന്ന് തന്നെയുള്ളൂ, ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എല്ലാം തന്നവരിക്കും. പിന്നെ അതുപോലെ നമുക്ക് പോയ പ്രാവശ്യം പെരുന്നാളിന് വീടിന് വേണ്ടിയിട്ട് തന്ന നമ്മുടെ ഹാജറത്ത പറയും. പിന്നെ എൻ്റെ ചങ്കിൻ്റെ പേര് ഹസീന എന്നാണ് കേട്ടോ. ഞാൻ ഹാജറത്താൻ്റെ പേര് പറഞ്ഞപ്പോൾ ഹസീന എന്ന് പറഞ്ഞു. പിന്നെ അത് നമ്മുടെ ആരിഫത്ത, അതൊന്നും അവരൊന്നും നമുക്ക് മറക്കാനേ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ കുട്ടിക്ക് ഒരു നുള്ളു പൊഞ്ഞെങ്കിലും നമുക്ക് യൂട്യൂബ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്ന ആൾക്കാരാണ് നമ്മുടെ ആസീന, ആരിഫത്ത, ഹാജറത്ത. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അവൻ്റെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, അറിയുന്നത് നമ്മൾ കോൺടാക്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് മാത്രം പേര് വാട്സപ്പിൽ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ടാണ് പേര് മറക്കാണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഋഷിമോള് പ്രായമായപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അയച്ചു കുമാരേട്ടൻ എന്ന് പറയും, ആ ഏട്ടനോടും അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട കുറേ ചങ്കുകളുണ്ട്. എല്ലാവർക്കും നമുക്ക് യൂട്യൂബ് തുടങ്ങിയ ശേഷം നമുക്ക് അതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലുപരി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് വയ്യായി കൊണ്ട് ഓരോ സൂക്കടുകൾ വന്നിട്ട് ഇടങ്ങറാണ് കുറേ ആളുകളുണ്ട് കേട്ടോ. പല സൂക്കടുകളായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളും വീടില്ലാത്തവരും അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരൂല. നമുക്കൊക്കെ അതൊക്കെ നോക്കുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിനോട് എത്ര ശുചിത്വം ചെയ്താലും നമുക്ക് മതിയാവൂല. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് എല്ലാം കൈ, കാല്, മൂക്ക്, ചെവി പറഞ്ഞ എല്ലാ അനുഗ്രഹവും അള്ളാഹ് തന്നിട്ടുണ്ട്. നമ്മളില്ല പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നത് നമ്മുടെ വലിയ അനുഗ്രഹമാണ് അതൊക്കെ. അപ്പം നമ്മൾ അള്ളാഹിനോട് എന്നും നമ്മൾ ഒരുപാട് കടപ്പാട് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ദുആയിലും പ്രാർത്ഥനയിലും എന്നെ എൻ്റെ ഫാമിലിയിലും ഉൾപ്പെടുത്തുക. അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യുക. വേറെ എന്താണ്, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.